പാലാ രൂപത കൃഷിക്കാരുടെ കേന്ദ്രമാണ്. എല്ലാവരും കൃഷിക്കാരാണ്. നമ്മൾ കർഷകരെന്ന് പറയുമ്പോൾ കൃഷിയും കച്ചവടവും ബാങ്കിങ്ങും പൊതുപ്രവർത്തനവും രാഷ്ട്രീയവും സാംസ്കാരിക മുന്നേറ്റങ്ങളും എല്ലാം കൊണ്ടു നടന്ന ഒരു ജനതയാണ് പാലക്കാർ. കാർഷിക മേഖല എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും, നമ്മൾ കണ്ടതും കേട്ടതും പഠിച്ചതും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചതുമായ കാര്യങ്ങളാണിത്. പൊതുവേ ഉള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അഗ്രികൾച്ചർ ഈസ് ദ ബെസ്റ്റ് കൾച്ചർ. ഏറ്റവും നല്ല പണി കൃഷിപ്പണിയാണ്. ഏറ്റവും നല്ല സംസ്കാരവും കാർഷിക മേഖലയോട് ബന്ധപ്പെട്ട സംസ്കാരമാണ്. പാലായുടെ കിഴക്കൻ പ്രദേശം എല്ലാം മലയോരങ്ങളാണ്. അവിടെ എല്ലാവരും കർഷകരാണ്. പടിഞ്ഞാറോട്ട് വരും തോറും ആ കാർഷിക മേഖല കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ പച്ചക്കറി തോട്ടങ്ങളും പിന്നെ മത്സ്യബന്ധനത്തോട് ബന്ധപ്പെട്ട മേഖലയോടൊക്കെ ബന്ധപ്പെടുന്ന ആളുകൾ ഒക്കെ ഉണ്ട്. ഈ കാർഷിക മേഖലയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഉരുൾപൊട്ടൽ, താഴ്വരയിലുള്ളവർക്ക് വെള്ളപ്പൊക്കം, പിന്നെ വനാതിർത്തിയിൽ തങ്ങുന്നവർക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. നമ്മളിതിന് വർഷങ്ങളായിട്ട് പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെ കാലത്തും ഈ കർഷകരോട് വലിയ പ്രതിബദ്ധത പിതാവ് കാണിച്ചിരുന്നു. നമ്മൾ പിന്നീട് കർഷക ദളങ്ങൾ, കർഷക ബാങ്ക്, അടുക്കളത്തോട്ടം, പച്ചക്കറിത്തോട്ടം, കുടുംബകൃഷി, കർഷക മാർക്കറ്റ്, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് കൊടുക്കുന്ന സെൻറ്റേഴ്സ്, റബ്ബർ തൈ, തെങ്ങിൻ തൈ, കുരുമുളക് തൈയൊക്കെ ആളുകൾക്ക് ദാനമായിട്ട് നൽകുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പാലായിൽ കരൂര് കേന്ദ്രമാക്കി നമുക്കൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട്. വയലിൽ പിതാവിൻ്റെ കാലത്ത് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. അവിടെയുള്ള 5 ഏക്കർ സ്ഥലം നമ്മൾ ഈ കാർഷിക മേഖലയിലുള്ള ഒരു സംസ്ഥാനത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടെ വലിയ ഫാക്ടറിയൊക്കെ വരുന്നുണ്ട്. അതിന് നമുക്ക് നെമാഡിൻ്റെയും അങ്ങനെയുള്ള സഹായമൊക്കെ കിട്ടും. അവർ വന്ന് പ്രോത്സാഹിപ്പിച്ചും അവരുടെ ഒരു താല്പര്യത്തോടും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് സാധിക്കുന്ന വിധത്തിലെല്ലാം കർഷകരെ നമ്മൾ കൂട്ടത്തിൽ നിർത്തുന്നുണ്ട്. കർഷകരുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ സമ്മേളനങ്ങളും ഞാൻ പങ്കെടുക്കാറുണ്ട്. കാർഷിക മേഖലയോട് ബന്ധപ്പെട്ട മറ്റ് പ്രതിസന്ധികൾ, മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴും അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പാസ്റ്ററലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാറുണ്ട്. പക്ഷേ പോരായ്മകളുണ്ട്. കർഷകർക്ക് പ്രശ്നമുണ്ട്. വില വാങ്ങിക്കുന്ന സാധനങ്ങൾക്കെല്ലാം വില കയറ്റവും കർഷകർ കൊടുക്കാനുള്ളവർക്ക് വില തകർച്ചയുമാണ്. റബ്ബറിൻ്റെ വില പോയി, തേങ്ങ എല്ലാം നഷ്ടപ്പെട്ടു, കുരുമുളകിനും കാര്യമായ വിലയില്ല. അതിനൊക്കെ സാധിക്കുന്ന വിധത്തിൽ എനിക്ക് തോന്നുന്നത് പാലാ എന്നും കർഷകരോടൊത്താണ്.